ഈ നമ്മുടെ നാട്ടിലൊക്കെ മരണം നടന്നാലും കല്യാണം നടന്നാലും പിന്നെ എന്ത് ചടങ്ങ് നടന്നാലും ഈ ചില ഒറ്റപ്പെട്ട ആളുകളുണ്ടാവും. അവരാണ് ഈ ചടങ്ങിന് കൊഴുപ്പ് പകരുന്നത്. ചില മരണ വീടുകളിൽ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് ചില ഒറ്റപ്പെട്ടവർ മദ്യപിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് അതും ഇതുമൊക്കെ പറഞ്ഞ് പലതും കാണിക്കുന്നവർ. ചില ആഘോഷ സന്ദർഭങ്ങളിൽ ഇത്തരം ചില ഒറ്റപ്പെട്ട ആളുകളെ കാണാറുണ്ട്. പണ്ട് കാലത്ത് ചില കുടുംബങ്ങളിലും ചില മൂത്താമാവന്മാർ ഇതുപോലെ കാണാറുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു റീല് കണ്ടിരുന്നു. ജെ വിളയങ്കോടെന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനും കുടുംബവും കൂടിയാണ് ചെയ്യുന്നത്. പക്ഷേ അത് കണ്ടപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുമൊക്കെ ചേർന്ന് ഒരുപാട് ചിരിച്ചു. സത്യസന്ധമായ ഒരാശയമാണ് അയാൾ പറഞ്ഞത്, അതുകൊണ്ടാണ് ചിരിച്ചത്. ആ ക്ലിപ്പ് ഒന്ന് കാണാം. ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരമ്മ മുത്തനമ്മാമനോട് നേരിട്ട് പോയിട്ട് സമ്മതം മേടിച്ചിട്ട് വരണട്ടോ ജവാലേ. അങ്ങോട്ട് പോയി വരുമ്പോഴേക്ക് 1.5 ദിവസം എടുക്കും. ആ 1.5 ദിവസം കൊണ്ട് ഇവിടെ എന്തൊക്കെ പണി തീർക്കുക? കല്യാണത്തിന് ഞാൻ കുറച്ച് ദിവസമാണുള്ളത്. മുത്തനമ്മാമനോട് നേരിട്ട് പോയിട്ട് കല്യാണം പറഞ്ഞില്ലെങ്കിൽ മുത്തനമ്മാമൻ വരൂല. മുത്തനമ്മാമൻ പറഞ്ഞില്ലെങ്കിൽ എന്റെ കുട്ടിക്ക് കുർത്തക്കടി നട്ടു. അള്ളാ, എന്റെ കുട്ടിക്ക് മുത്തനമ്മാമന്റെ കുർത്തക്കടി തട്ടിയിട്ട് ഒരു കല്യാണം മണ്ണട്ടാ പറഞ്ഞിട്ട് പോര്. മുത്തനമ്മാമനെ പണിക്കിട്ടേ നമുക്കൊരു കല്യാണം വേണ്ട. വണ്ടി റെയിൽവേ സ്റ്റേഷൻ വെച്ച് ട്രെയിനിലോട്ട് പോവാം. മുത്തമ്മാന്റെ മടിയിൽ കൂടെ നിക്കാതിന് കൈ കൊടുക്കണം. മുത്തനമ്മായും മുത്തനമ്മാവും നേരത്തെ തന്നെ കല്യാണത്തിന് വരണം. മുത്തനമ്മാമ നേരത്തെ കല്യാണത്തിന് വരണം. പോട്ടെ മുത്തനമ്മാവനോട് കല്യാണം പറഞ്ഞിട്ടുണ്ട്. ഇനി മുത്തനമ്മാവനോട് പറയാത്ത കുരുത്തക്കേട് തട്ടിയെന്ന് ഉമ്മ പറയാം. നിങ്ങൾ അവിടെ എത്തിയ ഉടനെ മുത്തനമ്മാമന്റെ വിളിച്ചിരുന്നു. മുത്തനമ്മാമൻ കല്യാണത്തിന് വരൂലാന്ന് പറഞ്ഞു. അത് ശരി, 1.5 മണിക്കൂർ മുത്തനമ്മാമന്റെ പിന്നാലെ നടന്ന് കല്യാണം പറഞ്ഞു കല്യാണത്തിന് വരൂലെന്ന് പറയാം. അത് എന്ത് വർത്താനം അത്? മുത്തനമ്മാമന്റെ മൂത്ത് നോക്കാതെയാണ് നിങ്ങള് കല്യാണം പറഞ്ഞത്. അതിന് മുത്തനമ്മാമ ഞാൻ കുണ്ടിയല്ല കാണിച്ചു തന്നിരുന്നേ. ഇങ്ങനെ കുണ്ടി കാണിക്കുന്ന ചില മുത്തനമ്മാന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു പല കാലത്തും. ഓരോ ആഘോഷങ്ങളുമൊക്കെ നടക്കുമ്പോൾ ഇതുപോലെ ചില ആളുകൾ രംഗത്ത് വരും. ഇത്തവണ രംഗത്ത് വന്നിരിക്കുന്നത് ജുമാ മസ്ജിദ് ചീഫ് ഇമാം, ഏത് ജുമാ മസ്ജിദാണെന്ന് അറിഞ്ഞുകൂടാ, മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കരുത്, ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യരുത്, ആഷിഖ് ദാരിമി. ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. എൻ്റെ പൊന്നു ചങ്ങായിമാരെ, ഈ ആളുകൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് മാവേലിയെ അള്ളാഹായിട്ട് കണ്ടുകൊണ്ടും അല്ലെങ്കിൽ റസൂലായിട്ട് കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ഈ ജീസസ് ക്രൈസ്റ്റായിട്ട് കണ്ടുകൊണ്ടും ഒന്നുമല്ല. ഇതൊക്കെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നല്ല ബോധ്യമുണ്ട്. അവർ ആഘോഷങ്ങൾ ചിലപ്പോൾ വസ്ത്രം ധരിച്ചോ സന്തോഷത്തിലോ ഒക്കെ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഈ സമുദായ സംഘടനകളെപ്പോലെ ഭിന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിനു പിടി അടിയും നടക്കാതെ ഈ സമൂഹം സന്തോഷത്തോടെ ജീവിച്ചു പോരുന്നത്. നിങ്ങളൊക്കെ പറയുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ തന്നെ കൂട്ടിയടിച്ച് തെരുവിലടിച്ച് തമ്മിലടിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മിണ്ടാതെ മരണത്തിന് പോകാതെ സലാം പറയാതെ ഒക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഒരു സമുദായത്തിൽ തന്നെ ഉള്ളിലുണ്ടാക്കിയെടുത്ത ആളുകൾ, അതിനെതിരെ വർത്തമാനം പറയാൻ കഴിയാത്തവർ, അതിലെല്ലാം ഓരോ കഷണവും പിടിച്ച് ഓരോ പാവാടയുടെ വള്ളി പിടിച്ചുകൊണ്ട് നടക്കുന്നവർ പൊതുസമൂഹത്തിൽ മനുഷ്യർ ചേർന്ന് നിൽക്കുന്നത് കണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ആദർശവാനാണ്, കുറച്ച് നിങ്ങളെപ്പോലെയുള്ള മാനസിക രോഗികൾ രംഗത്ത് വന്നു എത്തും, ഉസ്താദ് പറഞ്ഞത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തും. അങ്ങനെ എല്ലാ കാലത്തും എല്ലാ കാര്യത്തിനും പിന്തുണയ്ക്കുന്നവരുണ്ട്. മദ്യത്തിനെയും മയക്കുമരുന്നിനെയും പോലും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ദയവായി ഈ പറയുന്ന കാര്യമുള്ള കാര്യങ്ങളിൽ ഇതുപോലെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ശരിയാക്കാൻ നോക്കുക. ഇതൊന്നും കേരള സമൂഹത്തിൽ വിലപ്പോവില്ല. മനുഷ്യരവരുടെ വിശ്വാസവും ആദർശവും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാ ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലും ചേർന്ന് നിൽക്കും, പങ്കെടുക്കും. അവിടെയാണ് സന്തോഷമുള്ളത്. ഈ നിങ്ങളുടെയൊക്കെ മുഖത്തുള്ള ഈ കടുപ്പം, ഗൗരവം, ഒരുമാതിരി നമ്മൾ കടകളിലിരിക്കുന്ന നെയ്യപ്പം പോലുള്ള ഭാവമൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഇത്തരം ചില ചിന്തകൾ കൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹത്തോടെ ചേർന്ന് നിൽക്കാൻ പറയുന്ന, അതിനുള്ളിൽ തന്നെ ആ സന്തോഷത്തിലും ആ ആഘോഷത്തിലും ഒക്കെ പങ്കെടുക്കുമ്പോഴും അതിൻ്റെ കോർ വാല്യൂസ്
കൈവിടാതിരിക്കാനും ഒക്കെ ഉപദേശിക്കലാണ് ഇന്നത്തെ കാലത്തിന് വേണ്ടത്. അത് പറഞ്ഞു കൊടുക്കാനാവണം. അല്ലാതെ ഇത് പറഞ്ഞ് വെറുതെ മുത്തനമ്മാവനായിട്ട് ഒരു കാര്യമില്ല.